ഹായ് ഹലോ. നമ്മളിന്ന് റെഡിയാവാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ കറണ്ട് പോയിട്ട് ഞങ്ങളെല്ലാവരും ഇരുട്ടത്തൊക്കെ നിന്ന് റെഡിയാവാനുള്ള പ്ലാനിങ്ങിലാണ്. ശ്രീകുട്ടി അവിടെ ഒരു ടോർച്ചിൻ്റെ സഹായത്തോടെ നിന്ന് റെഡിയാവുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ശ്രീകുട്ടി പേടിച്ചു പോയി പെട്ടെന്ന്. ഞാൻ പിന്നെ റെഡി ആയിക്കോന്നൊക്കെ പറഞ്ഞു. ശ്രീകുട്ടി എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറിപ്പോയി കേട്ടോ. പിന്നെ ശ്രീകുട്ടി റെഡിയായിട്ട് കാണുമ്പോൾ എനിക്ക് റെഡിയാവാൻ ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ പിന്നെ ശ്രീകുട്ടി റെഡിയായി കഴിഞ്ഞ് ഞാൻ റെഡിയാൻ തുടങ്ങി. കാർത്തിനെ ഞാൻ ആദ്യമേ റെഡിയാക്കി നിർത്തും, ഇല്ലെങ്കിൽ അവൻ എന്നെ ഒന്നും റെഡിയാവാൻ സമ്മതിക്കത്തില്ല. അവൻ വിചാരിക്കും ഞങ്ങൾ അവനെ വീട്ടിൽ നിർത്തിയിട്ട് പോവുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ ഒരുങ്ങി ഒരു പകുതിയായപ്പോൾ തന്നെ കറണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ചിന്നുവും മോനും ഉണ്ട്. അപ്പം അവർ അപ്പുറത്ത് വീട്ടിൽ നിന്നിട്ട് അവരും ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാനുള്ള പ്ലാനിങ്ങൊക്കെ ഇട്ട് ക്യാമറ കണ്ടാക്കിൽ കാർത്തിയും കാശിയും വന്ന് ഹായ് ഒക്കെ കാണിച്ചു. കാശിക്ക് പിന്നെ ഞാൻ ഫോൺ എടുത്തപ്പോഴേ ഹായ് തന്നെയാണ്. ഞങ്ങളങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ലുലു എത്തി. ലുലു എത്തുമ്പോഴത്തേക്കും കാർത്തിക്ക് നമുക്ക് ലുലു കണ്ടു കഴിഞ്ഞാൽ കാർത്തിക്ക് ലുലുവിൽ പോകണമെന്ന് പറയും. അവൻ അങ്ങോട്ടുള്ള പോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ നേരെ പള്ളി എത്തി. പള്ളിയിൽ കുറച്ച് നേരം ഞാനും കാർത്തികൂടെ നടന്നു. അനിയത്തിയും ചിന്നും കൂടി മെഴുകുതിരി വാങ്ങിക്കാൻ പോയേക്കുവാണ്. അപ്പം ഞങ്ങൾ വെയിറ്റിംഗാണ്. കാർത്തിക് പിന്നെ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് കാർത്തിക് നിൽക്കുന്നത്. കാരണം പള്ളി, ബീച്ച്, ഈ ചപ്പലൂരുക, ഇറങ്ങി ഓടുക, ഇതാണ് ആളുടെ കാര്യം. ഓടി കളിക്കുവാണ്. പിന്നെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. കാരണം നമുക്ക് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുമ്പം പ്രത്യേകതര ഒരു ഫീലല്ലേ. നമ്മൾ പീസ് മൈൻഡായിരിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചു. കാശിക്ക് കത്തിക്കണം. കാർത്തി മെഴുകുതിരി കത്തിക്കുന്നുണ്ടപ്പോൾ കാശിക്ക് കത്തിക്കണം. അങ്ങനെ പിന്നെ കാശിക്കും കുറച്ച് നേരം മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നു. പിള്ളേർ ഭയങ്കര ഹാപ്പിയാകും. കാരണം പള്ളിക്കകത്ത് ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും തന്നെ കാർത്തിക്കും കാശിക്കും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതിനകത്ത് ഒരുപാട് കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് ബഹളം വലുതായപ്പോൾ ഞങ്ങളെടുത്ത് പുറത്തിറങ്ങി. ഞങ്ങളങ്ങനെ ബീച്ചിലോട്ട് വന്നു. ഇവിടെ ഒരു ചേട്ടൻ ടോയ്സും ബബിൾസൊക്കെ വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബബിൾസ് പറത്തി വിട്ട് കാർത്തി എൻ്റെ പുറകിലൊക്കെ ഓടിക്കളിച്ച് ഒരു പട്ടിയൊക്കെ ഓടിക്കാൻ പോയി. പിന്നെ അത് ഞങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചേച്ചിക്കൊരു കടയുണ്ട്, തട്ടുകടയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് ഫുഡെല്ലാം കഴിഞ്ഞായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. ബാക്കി ഞങ്ങൾ കൂടെ കഴിച്ച് തീർത്തു. ചേച്ചിക്ക് പിന്നെ പെട്ടെന്ന് ഇറങ്ങാനും പറ്റി. ഞങ്ങളെല്ലാവരും അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ശ്രീകുട്ടിയും ഞാനും ചിന്നു കഴിച്ചു. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.